ലൈൻസ് ആൻഡ് ആംഗിൾസിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണിത്. നമുക്ക് ഇതെന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ഇവിടെ റീസണും അസേഷനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അസേഷൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ, ഇവിടെ ഇൻ ദ ഗിവൺ ഫിഗർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഫിഗർ ഇവിടെ തന്നിട്ടില്ല. AOB ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. AOB ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇഫ് AOC ഈസ് ഈക്വൽ ടു 3x + 10 ആൻഡ് BOC ഈസ് ഈക്വൽ ടു 4x - 26, ദെൻ BOC ഈസ് ഈക്വൽ ടു 86 എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 86 ശരിയാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ AOC ഒന്ന് വെറുതെ വരയ്ക്കാം കേട്ടോ. AOC ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് AOB ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. AOB ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. AOB ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. AOC ഈസ് ഈക്വൽ ടു 3x + 10, ഇവിടെ 3x + 10 ആണ്. ആൻഡ് BOC ഈസ് ഈക്വൽ ടു 4x - 26. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്താൽ ഇതൊരു ലീനിയർ പെയർ ആണ്. അപ്പോൾ ലീനിയർ പെയർ ചെയ്താൽ നമുക്ക് 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പിന്നെ BOC 86 കിട്ടുന്നുണ്ടോ നോക്കാം. ആദ്യം ഇത് 180 ആണെന്ന് പറഞ്ഞിട്ട് നോക്കാം. അതായത് 3x + 10 പ്ലസ് 4x - 26 ഈക്വൽ ടു 180 എന്ന് കൊടുക്കാം. ഓക്കെ, 3x + 4x 7x, 10 - 26 ഈക്വൽ ടു -16 ഈക്വൽ ടു 180. 7x ഈക്വൽ ടു 180 + 16 പറയുമ്പോൾ 196. x ഈക്വൽ ടു 196/7 ഈക്വൽ ടു 19 7 2 പ്രാവശ്യം 7 × 2 14, ബാലൻസ് 5, 56 7 8 56, 28 ഡിഗ്രിയാണ് കിട്ടിയത്. 3 + 4 7x 28 86 ആണല്ലോ ഇവിടെ. 28 ഡിഗ്രി കിട്ടി. ഓക്കെ, x ഈക്വൽ ടു നമുക്ക് 28 ഡിഗ്രി കിട്ടി. നമ്മളുടെ BOC ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ BOC എന്ന് പറഞ്ഞാൽ എന്താണ്, 4x - 26 ആണ്. 4 × 28 - 26 ഈക്വൽ ടു 4 × 8 32, ബാലൻസ് 3, 4 × 2 8 8 3 11, 112 - 26, 12 - 6 6, ബാലൻസ് 1, 10 10 - 2 86 ഡിഗ്രി കിട്ടി. അപ്പോൾ 86 ഡിഗ്രി എന്ന് പറയുന്നത് ശരിയാണ്. BOC 86 ഡിഗ്രി എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇവിടെ അസേഷൻ ശരിയാണ്. ഇനി അസേഷൻ്റെ അസേഷൻ അനുസരിച്ചുള്ള റീസണാണ് നോക്കാം. ദ സം ഓഫ് ദ ആംഗിൾസ് ദാറ്റ് ആർ ഫോംഡ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിന് വരുന്ന സം ഓഫ് ദ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ദ സം ഓഫ് ദ ആംഗിൾസ് ദാറ്റ് ആർ ഫോംഡ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു 180 ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ റീസണ് ഇവിടെ ഈ അസേഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീസണാണ്. അപ്പം നമുക്ക് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ A. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If two interior angles of the same side of a transversal intersecting two parallel lines in the ratio 5:4. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിന് ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സൽ ഇതാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്ന ആംഗിൾസിൻ്റെ റേഷ്യോ 5:4 ആണ്. ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ റേഷ്യോ 5:4 ആണ്. ദെൻ ദ ഗ്രേറ്റർ ആംഗിൾ ഓഫ് ദ ടു ആംഗിൾ ഈസ് 100 ഡിഗ്രി. അപ്പോൾ ഇതിലെ ഗ്രേറ്റർ ആംഗിൾ 100 ഡിഗ്രി ആണ് എന്നാണ് അവർ പറയുന്നത്. അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഒന്ന് 5x 4x എടുക്കാം. അപ്പോൾ 5x + 4x ഈസ് ഈക്വൽ ടു 180. കോ ഇൻറ്റീരിയർ ആംഗിൾ സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ 9x ഈസ് ഈക്വൽ ടു 180, x ഈസ് ഈക്വൽ ടു 180/9 എന്ന് പറഞ്ഞാൽ 18 9 2 പ്രാവശ്യം 20 കിട്ടി. x 20 കിട്ടി. ഇനി ഗ്രേറ്റർ ആംഗിൾ ഇവിടെ 5x ആണ്. അപ്പോൾ ഗ്രേറ്റർ ആംഗിൾ 5 × 20 ഈസ് ഈക്വൽ ടു 100. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അസേഷൻ ഈസ് ട്രൂ ആണ്. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇൻറ്റർസെക്റ്റ് ടു പാരലൽ ലൈൻസ് ദ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് 180. ആ എക്സ്പ്ലനേഷനും കറക്റ്റാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ ഈസ് കറക്റ്റാണ്. അപ്പോൾ ഇതിലും ഓപ്ഷൻ A തന്നെയാണ് ആൻസർ. ഇതിലും ഓപ്ഷൻ A തന്നെയാണ് ആൻസർ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സത്യം വാസ് പ്ലേയിങ് വിത്ത് ടോർച്ച്. He put mirrors at different places and threw torchlight over them.
വെൻ ഹി ത്രൂ ലൈറ്റ് ഇറ്റ് ഗോട്ട് എ റിഫ്ലക്റ്റഡ് ആസ് ഷോൺ ബിലോ ദ ജോമെട്രിക്കൽ ഫിഗർ. നമുക്കിപ്പോൾ അതൊന്നും വായിക്കേണ്ട, നമുക്ക് ഈ ജോമെട്രിക്കൽ ഫിഗർ നോക്കിയാൽ മതി. ഫൈൻഡ് ആംഗിൾ ബി ജി എ ആൻഡ് ബി ജി. ഇവിടെ ലൈറ്റ് ആയതുകൊണ്ട് ഇത് പാരലൽ ബീം ഓഫ് ലൈറ്റൊക്കെ വരുള്ളൂ, അതാണ് ഇത് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ബിയും സി എച്ച് ഒക്കെ പാരലാണ് ഇവിടെ. അപ്പോൾ ഫൈൻഡ് ബി ജി എ ആണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ബി ജി എ എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ബി ജി എ എന്ന് പറയുമ്പോൾ. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ബി ജി എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി ബി ജി ഇ എന്താ നോക്കാം. ബി ജി ഇ എന്ന് പറയുമ്പം ഇതാണ് ആംഗിൾ. ബി ജി ഇ എന്ന് പറയുമ്പോൾ ഇതാണ് ആംഗിൾ. അപ്പോൾ ബി ജി ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ഈസ് ഈക്വൽ ടു 140. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇത് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ടുള്ള ആംഗിൾസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻസ് വരുന്ന എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 ആണ് നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. എക്സ് പ്ലസ് 15 പ്ലസ് 2x മൈനസ് 25 പ്ലസ് 2x ഇസ് ഈക്വൽ ടു 180. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആയി. 3x പ്ലസ് 2x 5x ആയി. 15 മൈനസ് 25 ഇസ് ഈക്വൽ ടു മൈനസ് 10 ഇസ് ഈക്വൽ ടു 180. 5x is equal to 180 plus 10 is equal to 190. X is equal to 190 by 5 is equal to 19 3 പ്രാവശ്യം ബാലൻസ് 4 45 8 പ്രാവശ്യം 38 ഡിഗ്രി. എക്സ് എന്ന് പറഞ്ഞാൽ 38 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. an angle is 20 degree more than 3 times the given angle. if two angles are supplementary then find the angles. ഇവിടെ 2 angles are supplementary എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു, നമുക്ക് 1 ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് കൊടുത്താൽ അതർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ an angle is 20 degree more than 3 times the given angle. if the two angles are supplementary. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 20 ഡിഗ്രി മോർ ദാൻ ആണ്. 20 ഡിഗ്രി മോർ ദാൻ 3 ടൈംസ് ദ ഗീവൺ ആംഗിൾ. അപ്പോൾ ഗീവൺ ആംഗിൾ എക്സ് ആണെന്ന് കൂട്ടാം നമുക്ക്. ഗീവൺ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു അതർ ആംഗിൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഒരു ആംഗിൾ മറ്റേ ആംഗിളിൻ്റെ 20 ഡിഗ്രി മോർ ദാൻ ആയിട്ട് 3 ടൈംസ് 20 ഡിഗ്രി മോർ ദാൻ ആണ്. അപ്പോൾ 3 ഇൻറ്റു an angle is 20 degree more than 3 times the given angle. 3 times the given angle എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 180 മൈനസ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് 180 മൈനസ് എക്സ് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. 180 മൈനസ് എക്സ് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം ഇവിടെ പോയി. ഒരു മിനിറ്റ്. എക്സ് നമുക്ക് 180 മൈനസ് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം, കുറച്ചും കൂടി ഈസി അതായിരിക്കും. 180 minus x is equal to 3x plus 20. 3x plus 20. അപ്പോൾ 180 minus 20 is equal to 3x plus x 4x. 180 minus 20 എന്ന് പറഞ്ഞാൽ 160. 4x is equal to 160. x is equal to 16/4 40 ഡിഗ്രി. എക്സ് 40. ഇഫ് ദ 2 ആംഗിൾസ് ഓഫ് ദ സം ദെൻ ഫൈൻഡ് ദ ആംഗിൾസ് എന്ന് വേണ്ടത്. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ 1 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 40. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ഈസ് ഈക്വൽ ടു 140. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി പാരലൽ സി ഡി. എ ബിയും സി ഡിയും പാരലാണ്. if angle AB is equal to 120 degree and angle BED is equal to 25 degree, then the value of x is equal to എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ഇത് പാരലൽ ലൈൻ ആണെന്ന് മാത്രം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലൈനിനെ ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഈ ലൈനിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയും എന്താണ് 120 ആണ്. ഇവിടെ 120 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് 60 ഡിഗ്രി.
ഇത് ആദ്യം എഴുതിയത് കറസ്പോണ്ടിങ് ആംഗിൾ. ഇവിടെ നമ്മൾ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ ലീനിയർ പെയർ 60 ഡിഗ്രി കിട്ടി. 120 + 60 = 180. ദെൻ ഇവിടെ 60 ആണെങ്കിൽ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഇട്ടിട്ട് ചെയ്യാം. 25 + ഈ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ഈ ഇവിടെ പേര് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, എം എന്ന് കൊടുക്കാം. ട്രയാങ്കിൾ EMD എടുത്തു കഴിഞ്ഞാൽ 25 + 60 + x = 180. ദെൻ 60 20 80 85 + x = 180. x = 180 - 85 = 10 - 5 5 17 - 8 9 95 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 95 ഡിഗ്രിയാണ്. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.